Welcome, my dear students. Welcome to Geno's Physics World. Today we will discuss the electric intensity due to an electric dipole. ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇലക്ട്രിക് ഡൈപോളിൽ ഒരു മൈനസ് ചാർജും കാണും, ഒരു പ്ലസ് ചാർജും കാണും. ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ ഇത് സെപ്പറേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഓക്കെ, ഇവിടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. മൈനസ് പ്ലസ് രണ്ട് ചാർജുകൾ. ടു ചാർജസ് ആർ സെപ്പറേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് 2L അല്ലേ? എ മുതൽ ബി വരെ 2L ആണ്. അപ്പോൾ ഞാൻ ഈ ഡൈപോളിൻ്റെ സെൻറ്റർ മിഡ് പോയിൻറ്റിനെ O എന്നെടുത്തു കേട്ടോ, O. അപ്പോൾ എ മുതൽ O വരെ L ആയിരിക്കും, ബി മുതൽ O വരെ L ആയിരിക്കും. And a point P is assumed at a distance smaller from O. ഇതാണ് ഇതിൻ്റെ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഇതിൻ്റെ ആക്സിസിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനെയാണ് ആക്സിയൽ ലൈൻ. അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഇവിടുത്തെ ഇൻറ്റൻസിറ്റി കാണണം. ഇവിടെ ഇൻറ്റൻസിറ്റി ഉണ്ടാകും. കാരണം എന്താണ്? ഈ ഡൈപോളിൽ രണ്ട് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ചാർജിന് ചുറ്റും ഫീൽഡ് ഉണ്ടാവും, ഈ ചാർജിന് ചുറ്റും ഫീൽഡ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ചാർജ് ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, ഈ ചാർജും ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോയിന്റിലെല്ലാം ഇവിടെ എല്ലാം ഇൻറ്റൻസിറ്റീസ് ഉണ്ടാവും. ഇതിൻ്റെ ആക്സിയൽ ലൈനിൽ ഈ ഇങ്ങോട്ടെല്ലാ സ്ഥലങ്ങളിലും ആക്സിയൽ ലൈനിലെല്ലാം ഇൻറ്റൻസിറ്റി ഉണ്ടാവും, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. അപ്പോൾ അത് എത്രയാണെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഞാൻ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് the electric intensity at this point P at a distance smaller from the center of the dipole. ഈ ഡൈപോളിൻ്റെ സെൻട്രലിൽ നിന്ന് സ്മാളർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാമല്ലോ. ആർ യു റെഡി? ഇത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഡെറിവേഷനാണേ. ഓക്കെ, സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് ക്യൂ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി ഇവിടെ കാണുക, പിന്നെ മൈനസ് ക്യൂ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി കാണുക. എന്നിട്ട് രണ്ടും കൂടെ നെറ്റ് ഇൻറ്റൻസിറ്റി എടുക്കുക. അതാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ആദ്യം പ്ലസ് ക്യൂ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇവിടെ കാണണം നിങ്ങൾ. അതിന് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് കൂളംസ് ലൈനിൽ നിന്ന് കിട്ടിയത് ഓർക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു? 1/4πε0 ഇൻറ്റു Q/r² അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ചാർജ് മൂലം ഉള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് Q/c, ഈ ചാർജിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കണം. ഈ ചാർജിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതുവരെ 6 ആണ്. ഇതെല്ലാണ്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്ര വരും? R - L അല്ലേ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും ഇവിടെ? R - L. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് R - L. R - L ആ ഡിസ്റ്റൻസ്. സോ ഇവിടെ R - L സ്ക്വയർ എന്ന് കൊടുത്തു. R - L സ്ക്വയർ. സിമിലർലി വാട്ട് ഈസ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്? ഈ പോയിന്റിൽ അതും പോയിൻ്റ് ചാർജിൻ്റെ ഇക്വേഷൻ എഴുതണം. 1/4πε0 ഇൻറ്റു Q/, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം അല്ലേ? ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. So what is the distance? R. This is R and this is L. So the total distance from A to P is R plus L. R plus L the whole square. Okay. See, നമുക്ക് ഇത് പോസിറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് എന്നും, this is positive, this electric intensity is positive, and this intensity is due to minus Q charge.
സോ പുട്ടിങ് എ നെഗറ്റീവ് സൈൻ ഹിയർ ഡ്യൂ ടു മൈനസ് ചാർജ് എന്നറിയാനായിട്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഇൻറ്റൻസിറ്റിയെ, ആദ്യത്തെ ഇൻറ്റൻസിറ്റി ഞാൻ ദിസ് ഈസ് E1 ആൻഡ് ദിസ് ഈസ് E2 എന്ന് കൊടുക്കുന്നു. So what is the resultant intensity? Now we have to calculate the resultant intensity at P. Resultant intensity at P. E is equal to E is equal to ഈ രണ്ട് ഇൻറ്റൻസിറ്റീസിൻ്റെ റിസൾട്ടൻ്റ് എടുക്കണം. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുക, റിസൾട്ടൻ്റ് എടുക്കുന്നു. അപ്പോൾ സോ സിൻസ് ഹിയർ ദി ഡിനോമിനേറ്റർ ഈസ് സ്മാൾ, ഹിയർ R മൈനസ് എൽ അല്ലേ ഡിനോമിനേറ്റർ. അപ്പോൾ ഈ ടേം കൂടുതലാണെന്നാണ് അർത്ഥം. ഇവിടെ ഡിനോമിനേറ്റർ കൂടുതലായതുകൊണ്ട് ഇത് R+L അല്ലേ, ഈ ടേം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസൾട്ടൻ്റ് എടുക്കുകയാണ്. E1 പ്ലസ് E2 എടുക്കുന്നു. റിസൾട്ടൻ്റ് ദാറ്റ് ഈസ് ഇക്വൽ ടു വാട്ട് ഈസ് E1 1/4πε0 ഇൻറ്റു Q ബൈ R മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ. ഇനി ഈ ടൈം എടുക്കണം. ഈ ടൈമിൽ ഓൾറെഡി മൈനസ് ഉള്ളത് കൊണ്ട് നോ പ്രോബ്ലം. മൈനസ് 1/4πε0 ഇൻറ്റു Q ബൈ R+L ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ. ഇനി Q/4πε0 രണ്ട് ടൈമിലുണ്ട്, അത് പുറത്തെടുക്കണം. ഓക്കെ, സോ E is equal to Q/4πε0 taking outside. ബാക്കി അകത്തുള്ളത് അകത്തെന്ത് വരും? 1/R മൈനസ് എൽ സ്ക്വയർ മൈനസ് 1/R+L സ്ക്വയർ അല്ലേ, അതല്ലേ? സോ 1/R മൈനസ് എൽ സ്ക്വയർ മൈനസ് 1/R+L സ്ക്വയർ. ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, നോക്കിയിരിക്കണം, ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കരുത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ ഇവിടെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം. നിങ്ങളല്ലാതെ എഴുതി സോൾവ് ചെയ്തുണ്ടോ? ദിസ് ഈ R+L ഇൻറ്റു R മൈനസ് എൽ നിങ്ങൾക്കറിയാമല്ലോ. ഇത് Q/4πε0 അതേപോലെ എഴുതി. ദെൻ A+B ഇൻറ്റു A മൈനസ് ബി എന്താ? A² മൈനസ് B സ്ക്വയർ. സോ വാട്ട് ഈസ് R+L ഇൻറ്റു R മൈനസ് എൽ? R² മൈനസ് L സ്ക്വയർ. പക്ഷേ ഇത് രണ്ട് തവണ ഉള്ളത് കൊണ്ട് ഇത് ഹോൾ സ്ക്വയർ അല്ലേ, രണ്ടിന് സ്ക്വയർ അല്ലേ, അപ്പോൾ ഇവിടെ ഹോൾ സ്ക്വയർ. ഇനി LCM എടുക്കുന്നു അല്ലേ. സോ R+L ദി ഹോൾ സ്ക്വയർ മൈനസ് R മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ ഈ Q/4πε0 ഇൻറ്റു നോക്കാം. സി A+B ദ ഹോൾ സ്ക്വയറും A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, അത് രണ്ട് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ രണ്ട് ടേം വെട്ടിപ്പോവും. ഓക്കെ, ഏതൊക്കെ ടേമാണ് വെട്ടിപ്പോകുന്നത്? ക്യാൻസൽ ചെയ്ത് പോകുന്നത്? ഇവിടെ R² വരും, ഇവിടെ -R² വരും അല്ലേ. അതുകൊണ്ടൊക്കെ L² വെട്ടിപ്പോകും, ക്യാൻസൽ ചെയ്യും. ബാക്കി 2RLഉം 2RLഉം കാണും. യു വിൽ ഗെറ്റ് 4RL ഡിവൈഡ് ബൈ R² മൈനസ് L² ദി ഹോൾ സ്ക്വയർ. ഇതെങ്ങനെ കിട്ടുന്നെന്ന് സൈഡിൻ്റെ ഒരു പേപ്പറിലോട്ട് എഴുതി നോക്കണം. ഇത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. സോ E ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തുന്നു. ഇവിടെ ഒരു കാര്യം ചെയ്യാം. സി Q അങ്ങ് അകത്ത് കയറ്റുന്നു. സോ 1/4πε0 ഇൻറ്റു Q അങ്ങ് അകത്ത് കയറ്റുന്നു. അകത്ത് കയറ്റിയതിന് ശേഷം ഈ 4നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. 2 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു Q ഇൻറ്റു 2L ഇൻറ്റു R എന്നെഴുതുന്നു. അപ്പോൾ 4 ആയില്ലേ, പഴയ കണക്കായില്ലേ. R² മൈനസ് L² ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 4 ഉണ്ട്, R ഉണ്ട്, L ഉണ്ട്.
ക്യൂ അകത്ത് കയറ്റി. ഓക്കെ, സോ ക്യൂ ഇൻറ്റു 12 നമുക്കറിയാം എന്താണ്, പറഞ്ഞത് തന്നെയാണ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. സോ ഇ ഈസ് ഇക്വൽ ടു 1/4πε0 ഇൻറ്റു ഇത് പി ആണല്ലേ, പി. സോ 2PR ഡിവൈഡ് ബൈ r² മൈനസ് L² ദി ഹോൾ സ്ക്വയർ. റെഡി. ഇനി ഇവിടെ ഒരു അറേഞ്ച്മെൻ്റ് ഉള്ളതേ. നോക്കൂ, ഈ ലെങ്ത് ഓഫ് ദി ഡൈപോൾ വളരെ ചെറുതായിരിക്കും. സിൻസ് ദി ലെങ്ത് ഈസ് വെരി സ്മാൾ, L ഈസ് വെരി വെരി സ്മാൾ ദാൻ R. ഡൈപോളിൻ്റെ ലെങ്ത് ഇപ്പോൾ സോഡിയം ക്ലോറൈഡോ HCl ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ ആങ്സ്ട്രോം റേഞ്ചിലൊക്കെ ആയിരിക്കും അതിൻ്റെ ആ ഒരു ഡൈപോളിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ അത് ഇറ്റ് ഈസ് നെഗ്ലിജിബിളി സ്മാൾ ദാൻ ദിസ് ഡിസ്റ്റൻസ്. So L is very very less than R. Now neglecting L ചെറുതാണെങ്കിൽ L² പിന്നെയും ചെറുതാവും. സോ കാരണം ഇപ്പോൾ 0.5 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എന്ത് വരും, 0.25, പിന്നെയും ചെറുതായില്ലേ. നൗ നെഗ്ലക്റ്റിംഗ് L² അല്ലേ, കമ്പയർഡ് ടു R². Compared to R². So what will you get? E is equal to 1/4πε0 into പറഞ്ഞേ 2PR ഡിവൈഡ് ബൈ L². ഇത് നെഗ്ലക്റ്റ് ചെയ്തു, ബാക്കി R² അതിൻ്റെ സ്ക്വയറും R⁴. ഈ R കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന്. സോ യു വിൽ ഗെറ്റ് E is equal to 1/4πε0 into 2p by r³. See, this is the relation, 2p by r³. അതാണ് E is equal to 1/4πε0 into 2p by r³. This is electric intensity along the axial line. along the axial line എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ അണ്ട ഈ പോയിന്റിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, കാരണം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കിടക്കല്ലേ. അപ്പോൾ സോ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ, ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഈയുടെ ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ഡൈപോൾ മൊമെൻറ്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് ഇങ്ങോട്ടായിരിക്കും അല്ലേ എപ്പോഴും. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്നുള്ള ഫീൽഡ് എപ്പോഴും ഇവിടെ ഈ കേസിൽ പോസിറ്റീവ് ചാർജിൽ നിന്നുള്ള ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. നെഗറ്റീവ് ചാർജിലോട്ടുള്ള ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും. പോസിറ്റീവ് ചാർജിൽ ഇങ്ങോട്ടായിരിക്കും, നെഗറ്റീവ് ചാർജിൽ അങ്ങോട്ടായിരിക്കും ഫീൽഡ്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫീൽഡ് അങ്ങോട്ട് നിൽക്കും, അങ്ങോട്ട് നിൽക്കും റിസൾട്ടൻ്റ് ഫീൽഡ്. ഓക്കെ, കാരണം പോസിറ്റീവ് ചാർജിൽ നിന്നുള്ളതാണ് കൂടുതലെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ എഴുതിയത്, ഇതേ മൈനസ് ഇത് ഇങ്ങനെയാണ് എഴുതിയത്. ഓക്കെ, സോ അപ്പോൾ റിസൾട്ടൻ്റ് ഇങ്ങോട്ട് നിൽക്കും. അതിന് ഈ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക, കാരണം ഡൈപോൾ മൊമെൻറ്റ്, ദി ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് എലോങ് ദിസ് ഡയറക്ഷൻ. ആൻഡ് ഇഫ് യു ഓൾസോ ടേക്ക് എ പോയിൻ്റ് ഹിയർ, സോ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് വരുന്നത്, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഇങ്ങോട്ട് തന്നെ നിൽക്കും. റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഈ ഡയറക്ഷനിലേക്കായിരിക്കും, കാരണം ഡൈപോൾ മൊമെൻറ്റ് ഈ ഡയറക്ഷനിലായതുകൊണ്ട് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി അങ്ങോട്ട് തന്നെ ആയിരിക്കും. സോ മറക്കണ്ട, വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ, ഡെറിവേഷൻ, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അലോങ് ദി ആക്സിയൽ ലൈൻ. സീ വാട്ട് ഈസ് ദ റിസൾട്ട്, ഫൈനൽ റിസൾട്ട്, E is equal to 1/4πε0 into 2p by r³. സോ ഇവിടെ നിന്നൊരു ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നു, E പ്രൊപ്പോർഷണൽ ടു, സി ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്, P ഈസ് എ കോൺസ്റ്റൻറ്റ്, സോ E പ്രൊപ്പോർഷണൽ ടു 1/r³. അപ്പോൾ ഒരു ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി, ഡൈപോളിൽ നിന്നുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആക്സിയൽ ലൈനിൽ എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയും, 1/r³ പ്രൊപ്പോർഷണലായിരിക്കും. 1/r³. പോയിൻ്റ് ചാർജ് ആയിരുന്നെങ്കിലോ
1/r² പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഈ റിലേഷൻ മറക്കണ്ട. നൗ യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, ready? Okay, goodbye children.